Royal Edu Plus. Our classes. റോയൽ എഡ്യൂ പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായി +2 NCERT ടെക്സ്റ്റിലെ ചാപ്റ്റർ 3 ആയ കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ ഈ ചാപ്റ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ അല്പം ലെങ്തിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. മെജോറിറ്റി ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ചില ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്ത ചോദ്യങ്ങളും വരാം. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് പാഠഭാഗത്തിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നോക്കൂ, ചാർജസ് അറ്റ് റെസ്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതായത് നിങ്ങൾ +2 ആദ്യത്തെ 2 ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ അവിടെ ചാർജുകൾ റെസ്റ്റിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും പഠിച്ചിരിക്കുന്നത്: റെസ്റ്റിലിരിക്കുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: റെസ്റ്റിലിരിക്കുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ. ഇത് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. The branch of physics which deals with the charges at rest and studying the effects of charges at rest such as force, field, potential. റെസ്റ്റിലിരിക്കുന്ന ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ. ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ ഫിസിക്സിൻ്റെ ഈ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ചാർജ് റെസ്റ്റിലാണ് എന്ന് സങ്കല്പമുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററിലാണ് ഈ സങ്കല്പം നമ്മൾ വെച്ച് അവിടെ ഒരുപാട് തിയറങ്ങളും അല്ലെങ്കിൽ ലോസൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ, അതായത് കറണ്ട് ഇലക്ട്രിസിറ്റി വരുമ്പോൾ ചാർജ് മൂവ് ചെയ്യുന്നതായി ചില സങ്കല്പിക്കും. എന്താണ് ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങും? അപ്പം നമ്മുടെ അവിടുത്തെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ചാർജസ് അറ്റ് മോഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, +1 ക്ലാസ്സിൽ നിങ്ങൾ മോഷൻ പഠിക്കുമ്പോൾ 2 തരത്തിലുള്ള മോഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്നു, 2 വേരിയബിൾ വെലോസിറ്റിയിൽ. ഒന്ന് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്നു, 2 വേരിയബിൾ വെലോസിറ്റിയിൽ. അപ്പോൾ നോക്കാം, ചാർജസ് ഇൻ മോഷൻ അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: ചാർജസ് ഇൻ മോഷൻ അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ മൊത്തം അസ്യൂം ചെയ്യുന്നത് എന്താണ്? ചാർജ് മൂവ് ചെയ്യുകയാണ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ ചാപ്റ്റർ 3 നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ചാർജ് മൂവ് ചെയ്യുകയാണ്, പക്ഷേ അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതിനെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട ലോകൾ എന്തൊക്കെ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജസ് ഇൻ മോഷൻ വിത്ത് വേരിയബിൾ വെലോസിറ്റി ആകാം. വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. വെലോസിറ്റി മാറുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. അപ്പോൾ സമയത്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം മാറാം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രം. അപ്പോൾ എങ്ങനെയൊക്കെ കോമ്പിനേഷൻ വന്നാലും വെലോസിറ്റി മാറും സമയത്തിനനുസരിച്ച്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന ആ ശാസ്ത്രശാഖയുടെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ്. അത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക്സ് പഠിക്കും. അപ്പോൾ ചാർജസ് ഇൻ മോഷൻ at constant velocity denotes current electricity
വിച്ച് ഈസ് അവർ പ്രൈം കൺസേൺ ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ പ്രൈം ആയിട്ടുള്ള നമ്മുടെ എയിം അതാണ്, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ ഇൻ ദ അപ്കമിങ് ചാപ്റ്റേഴ്സ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ചാർജസ് ഇൻ മോഷൻ വിത്ത് എ വേരിയബിൾ വെലോസിറ്റി. അതിനെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നോക്കൂ, ഇലക്ട്രിക് കറണ്ട് അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചാർജ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നിങ്ങൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെ നിങ്ങൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനൊരു ലെറ്റർ ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ ഐ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഐ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ എഴുതിയിരിക്കുന്നത് നമ്മൾ താഴെ എഴുതിയിരിക്കുകയാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്സിൽ റേറ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർ ടൈം, സമയത്തിനനുസരിച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മാത്തമാറ്റിക്സിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ചാർജ് ഫ്ലോൺ ബൈ ടൈം എന്ന് വരും. ചാർജ് ഫ്ലോ ബൈ ടൈം. എത്ര ചാർജ്, എത്ര ക്വാണ്ടിറ്റി ചാർജ് എത്ര സമയത്ത്, ഇന്ന സമയത്തിനുള്ളിൽ പോയി, അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചാർജ് ഫ്ലോൺ ബൈ ടൈം ഇസ് ഈക്വൽ ടു Q by T. ചാർജ് ഫ്ലോനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് Q. Q by T. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് കറണ്ട് I is equal to ചാർജ് ഫ്ലോൺ ബൈ ടൈം ആണ്. which is equal to Q by T എന്ന് പറയും. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, എത്ര ചാർജ് T സമയം കൊണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ നമുക്ക് SI യൂണിറ്റ് നോക്കാം. ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിഫയബിൾ ക്വാണ്ടിറ്റിയാണ്. സോ we have to know what is SI unit. So SI unit of current, electric current is coulomb per second. കാരണം ചാർജിൻ്റെ SI യൂണിറ്റ് കൂളംബാണ്, ബൈ ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ കൂളം ബൈ സെക്കൻഡ്, അല്ലെങ്കിൽ അത് ഇൻ ഷോർട്ട് നമുക്ക് എഴുതാം ആംബിയർ. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംബിയർ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം I ആവറേജ്. അത് ആവറേജ് കറണ്ട് അങ്ങനെ നമുക്ക് പറയാം. ഇത് ജനറൽ ഫോർമുലയാണ്, ചാർജ് ബൈ ടൈം ആണ് കറണ്ട്. ഇനി ആവറേജ് കറണ്ട് എത്രയാണ്? ആവറേജ് കറണ്ട് അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ T. ഇപ്പോൾ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോ ഇൻ ഡെൽറ്റ T ടൈം, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ നമുക്ക് കൺസിഡറിങ് എ സിലിണ്ടറിക്കൽ ട്യൂബ്, അതിലൊരു ക്രോസ് സെക്ഷൻ ഞാൻ വരച്ചിരിക്കുകയാണ്. ഇതാണ് ഷെയ്ഡഡ് പോർഷൻ, ദ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ ക്രോസ് സെക്ഷനിൽ ഡെൽറ്റ T സമയം കൊണ്ട് ഡെൽറ്റ Q ചാർജ് ഫ്ലോ ചെയ്തു. ഈ ക്രോസ് സെക്ഷനിൽ ഡെൽറ്റ T സമയം കൊണ്ട് ഡെൽറ്റ Q ചാർജ് ഫ്ലോ ചെയ്തു. അപ്പോൾ I ആവറേജ് is equal to ഡെൽറ്റ Q ബൈ ഡെൽറ്റ T എന്ന്. സിമിലർലി ഇനി നമുക്ക് വേറെ രീതിയിൽ എഴുതാം I ഇൻസ്റ്റന്റേനിയസ്. അപ്പോൾ ഈ ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ I ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമയത്തിൻ്റെ ഡ്യൂറേഷനിൽ ഫ്ലോ ചെയ്യുന്ന ചാർജാണ്, വലിയ സമയം. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. ഇനി അടുത്തത് ചെറിയ സമയം, അതായത് വളരെ ചെറിയ മൈന്യൂട്ട് ടൈം ഇൻ്റർവെലിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തു, അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് I ഇൻസ്റ്റന്റേനിയസ്. ദിസ് ഈസ് ഫോർ large duration of time and this is for small duration of time, very small duration of time. So I instantaneous is equal to dq by dt. നിങ്ങൾ വെലോസിറ്റി പഠിച്ചു, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ചു, ആവറേജ് വെലോസിറ്റി പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ കറണ്ട് പഠിച്ചു, കറണ്ട് ആവറേജ് കറണ്ട് പഠിച്ചു, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഈസ് അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ കറണ്ട് എന്ത് തരത്തിലുള്ള ക്വാണ്ടിറ്റിയാണ്? നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സ്കെലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? അപ്പോൾ നമ്മൾ കേട്ടില്ല 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നത് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്. കറണ്ടിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. സിമിലർലി ഇറ്റ് ഓൾസോ ഹാസ് എ മാഗ്നിറ്റ്യൂഡ്. കറണ്ടിന് രണ്ടുമുണ്ട്, ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. സോ വി വിൽ സേ ദാറ്റ് കറണ്ട് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കറണ്ട് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. തെറ്റാണ്, കറണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല.
ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടെന്ന് പറഞ്ഞ് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടായാൽ മാത്രം പോരാ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ. പ്ലസ് ഒരു ഫാക്ടർ കൂടെ ഉണ്ട്, വെക്റ്റർ ലോ ഓഫ് അഡീഷനും കൂടെ അത് ഒബേ ചെയ്യണം. വെക്റ്റർ ലോ ഓഫ് അഡീഷൻ. ഈ 3 കണ്ടീഷനും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോളോ ചെയ്താലേ നമുക്ക് ആ ക്വാണ്ടിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കഴിയും. പക്ഷേ കറണ്ടിന്റെ കേസ് വരുമ്പോൾ ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. പക്ഷേ എന്തില്ല, വെക്റ്റർ എന്ത് ഫോളോ ചെയ്യത്തില്ല, വെക്റ്റർ ലോ ഓഫ് അഡീഷൻ ഫോളോ ചെയ്യത്തില്ല. അതിനാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഇറ്റ് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. So it is a scalar quantity. പക്ഷേ ചോദ്യം ഇങ്ങനെ വരികയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ശരിയാണ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചോദ്യം ഇങ്ങനെ വരികയാണ്, ഇതാണ് ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് എ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഇലക്ട്രിക് കറണ്ട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം 2 ഓപ്ഷനേ ഉള്ളൂ. വൺ ഈസ് സ്കെലാർ ക്വാണ്ടിറ്റി, ദ അതർ ഓപ്ഷൻ ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം, ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. കറക്റ്റാണ്, മാർക്ക് തരും. എന്നാൽ കുറച്ചുകൂടെ കറക്റ്റ് ചോദിക്കുക. ഇവിടെ ഇപ്പം 3 ഓപ്ഷൻസ് ഉണ്ട് ഈ ചോദ്യത്തിൽ. അതായത് ചോദ്യം ഇതാണ്, വാട്ട് ടൈപ്പ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഇലക്ട്രിക് കറണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് സ്കെലാർ ക്വാണ്ടിറ്റി, സെക്കൻഡ് ഓപ്ഷൻ ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി, തേർഡ് ഓപ്ഷൻ ഈസ് ടെൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് സ്കെലാർ എന്ന് ഉത്തരം കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ഏതാണെന്ന് പറയുമ്പോൾ ടെൻസർ എന്ന് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് കറണ്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഫിസിക്സ്, നിങ്ങളുടെ സിലബസിലുള്ളതല്ല ഇത്, അഡ്വാൻസ്ഡ് ഫിസിക്സ് പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ട് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി. അത് നിങ്ങൾക്ക് ഈ സിലബസിൽ ഇല്ല, പക്ഷേ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാം. അപ്പോൾ അവിടെ സ്കെലാർ എന്ന് എഴുതുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ടെൻസർ എന്ന് എഴുതുന്നതിനെ. ടെൻസർ ഉണ്ടെങ്കിൽ, ടെൻസർ ഇല്ലെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ, സ്കെലാറും വെക്റ്ററും ഉള്ളെങ്കിൽ ഇറ്റ് ഈസ് വെരി വെൽ ടു റൈറ്റ് ആസ് ഓർ ഡിനോട്ട് ഇലക്ട്രിക് കറണ്ട് ആസ് സ്കെലാർ ക്വാണ്ടിറ്റി. If the tensor quantity is also denoted, it is better to write electric current is a tensor quantity. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഐ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, SI യൂണിറ്റ് ആംപിയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. അതിലൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, പ്രോബ്ലം നോക്കൂ. ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് Q is equal to, small q is equal to T square plus 4T plus 5, find I instantaneous at T is equal to 3 seconds. Second question is I average from T is equal to 0 to 2 seconds. അപ്പോൾ നമുക്ക് ആദ്യം I instantaneous at T is equal to 3 seconds കണ്ടുപിടിക്കാം. അപ്പോൾ അതായത് നോക്കൂ, ക്യൂവിൻ്റെ വാല്യൂ വന്നിട്ടില്ല. ക്യൂ എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ ടൈമാണ്, സ്മോൾ t is ടൈം. സമയത്തിനനുസരിച്ച് Q മാറുന്നു എന്നാണ് ഈ ഇക്വേഷൻ്റെ അർത്ഥം. ഇഫ് Q is equal to T square plus 4T plus 5 എന്ന മാത്തമാറ്റിക്കൽ റിലേഷനിൽ കൂടെയാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ കൂടെയാണ് ക്യൂവിൻ്റെ വാല്യൂ മാറുന്നത് സമയത്തിനനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കുക. എത്രാമത്തെ സമയത്തെ? മൂന്നാമത്തെ സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടും ആവറേജ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൈം ഇൻ്റർവെല്ലിൻ്റെയാണ്, വലിയൊരു ടൈം ഡ്യൂറേഷൻ്റെ ഇടയിൽ എത്ര ചാർജ് കടന്നുപോയി. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ടൈം, എത്ര ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ കൂടെ എത്ര കറണ്ട് കടന്നുപോയി. ആ ചെറുതെന്ന് പറയുന്നത് അറ്റ് എ ടൈം T is equal to 3 seconds എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ 2 seconds, 4 seconds. ഇന്ന ടൈമിൽ കറണ്ട് എത്ര, അല്ലെങ്കിൽ ചെറിയ ടൈം ഇൻ്റർവെല്ലിലെ കറണ്ട് എത്ര.
വളരെ ചെറിയ ടൈമിൽ കറണ്ട് എത്രയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് ഐ ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന ഫോർമുലയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. നോക്കൂ, ഡി ക്യൂ ബൈ ഡി ടി അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്നാണ് പറയുന്നത്. ഡി ബൈ ഡി ടി ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ. ക്യൂവിൻ്റെ സ്ഥാനത്ത് ഏത് കൊടുക്കുക? അതാണ് ഈ ഇക്വേഷൻ കൊടുക്കുക. ഇക്വേഷൻ കൊടുക്കുക, ടിയുടെ സ്ഥാനത്ത് അത് കൊടുക്കുക. ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 5 എന്ന് കൊടുക്കുക. ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 5 എന്ന് കൊടുക്കുക. ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 5 എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 5. അപ്പോൾ നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഡിഫറൻഷ്യൽ ടൂള് പഠിച്ചിട്ടുണ്ട് ഡിഫറൻഷ്യൽ ടൂൾ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡിഫറൻഷ്യൽ ടൂൾ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 4t പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 5. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ഈ ഡിഫറൻഷ്യൽ ടൂളിനെ ഞാൻ അകത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരും? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 4t പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 5. അതങ്ങനെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എത്രയാണ്? 2 ടൈംസ് ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? അപ്പോൾ നോക്കൂ, അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ടി റൈസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുല ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ടി റൈസ് ടു എൻ മൈനസ് 1. ആ ഫോർമുല അനുസരിച്ച് നമുക്ക് ഇവിടെ നോക്കൂ. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കൂ. ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഈസ് എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വരും? 2t റൈസ് ടു n മൈനസ് 1. എന്നു വെച്ചാൽ 2 ആണ്. 2 മൈനസ് 1. അപ്പോൾ 2t റൈസ് ടു 2 മൈനസ് 1 പ്ലസ് നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് 4t എത്രയാണ്? ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എങ്ങനെ വരും? 4t റൈസ് ടു 4 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 4 ഇൻറ്റു 1 t റൈസ് ടു 1 മൈനസ് 1 പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് 5 ഈസ് 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും? 2t റൈസ് ടു 2 മൈനസ് 1 പ്ലസ് 4t റൈസ് ടു 1 മൈനസ് 1 പ്ലസ് 0. അല്ലെങ്കിൽ 5 ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു, അത് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ കിട്ടും? 2t പ്ലസ് 4 എന്ന്. 2t പ്ലസ് 4. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുന്നത് മൂന്നാമത്തെ സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് സമയം തമ്മിൽ റിലേഷൻ കിട്ടി. എങ്ങനെ? ഡിഫറൻസിയേഷൻ വരും. അപ്പോൾ ഈ ഫോർമുലയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അത് നിങ്ങൾ ഓർത്തിരിക്കും. 5 ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു 2t പ്ലസ് 4. അപ്പോൾ t ഇസ് ഈക്വൽ ടു 3 സെക്കൻഡ്. അപ്പം ടിയുടെ സ്ഥാനത്ത് നിങ്ങൾ എത്ര ഇട്ട് കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 4 ഈസ് 10. സോ ദ ഐ ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു 10 ആംപിയർ. ഇതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ മൂന്നാമത്തെ സെക്കൻഡിൽ നിങ്ങൾ കറണ്ട് മെഷറിംഗ് ചെയ്ത് നോക്കിയാണെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ കറണ്ട്? 10 ആംപിയർ. കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, നോക്കൂ, നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് ആവറേജ് കറണ്ടാണ്. ഐ ആവറേജ് ഫ്രം എവിടെ തൊട്ട് എവിടെ വരെയുള്ള t is equal to 0 തൊട്ട് 2 സെക്കൻഡ് വരെയുള്ള ആവറേജ് കറണ്ട് കണ്ടുപിടിക്കും. 0 തൊട്ട് 2 സെക്കൻഡ് വരെ കറണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കറണ്ടാണ് നമുക്ക് എത്രയായിരിക്കും കറണ്ട്, ഒരു ആവറേജ് ക്വാണ്ടിറ്റി എത്രയായിരിക്കും കണ്ടുപിടിക്കും. അപ്പോൾ നോക്കൂ, ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഫോർമുല എഴുതുക. Q ഓഫ് T2 മൈനസ് Q ഓഫ് T1 ബൈ T2 മൈനസ് T1. അതായത് Q ഇൻറ്റു T2 മൈനസ് Q ഇൻറ്റു T1 എന്നല്ല, Q ഓഫ് T2 മൈനസ് Q ഓഫ് T1 ബൈ T2 മൈനസ് T1. ഈ Q ഓഫ് T2 Q ഓഫ് T1 എന്ന് പറഞ്ഞാൽ T2 സമയത്തെ കറണ്ട് Q ഓഫ് T2, T1 സമയത്തെ കറണ്ട് Q ഓഫ് T1 എന്നാണ് ഉദ്ദേശിക്കുന്നത്, ബൈ T2 മൈനസ് T1. അതായത് ഈ ഫോർമുല നിങ്ങൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. ഐ ആവറേജ് ഇസ് ഈക്വൽ ടു
ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ക്യൂ ഓഫ് T2 മൈനസ് ക്യൂ ഓഫ് T1. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് നോക്കാം T2 ഏത്, T1 ഏത്. T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടൈം, അത് നോക്കൂ 2 സെക്കൻഡ്. T1 എന്ന് പറഞ്ഞാലോ 0 സെക്കൻഡ്, 0 സെക്കൻഡ്. So we can substitute like this: Q of 2 minus Q of 0 by 2 minus 0. രണ്ടാമത്തെ സെക്കൻഡിലെ കറണ്ട് മൈനസ് ആദ്യത്തെ, അതായത് 0 സെക്കൻഡിലെ കറണ്ട് ബൈ 2 മൈനസ് 0. അപ്പോൾ നമ്മൾ Q of 2 കണ്ടുപിടിക്കും. Q of 2 എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടെ Tയുടെ സ്ഥാനത്ത് ഏത് ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2 പ്ലസ് 5 മൈനസ് അടുത്ത ഏത് ഇട്ട് കൊടുക്കുക? Tയുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. Q of 0 കണ്ടുപിടിക്കും. അപ്പോൾ 0 പ്ലസ് 4 ഇൻറ്റു 0 പ്ലസ് 5. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ വരും? 2 സ്ക്വയർ പ്ലസ് 4 ഓഫ് 2, 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2 പ്ലസ് 5 മൈനസ് ബ്രാക്കറ്റിൽ 0 പ്ലസ് 0 പ്ലസ് 5. അങ്ങനെ എനിക്ക് കിട്ടുന്നു ബൈ 2 മൈനസ് 0 ഈസ് 2. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 6 ആംപിയർ എന്ന് കിട്ടും. 6 ആംപിയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ ഹോംവർക്ക് ചെയ്യാൻ തന്നെ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് Q is equal to T square plus 1, if Q is equal to T square plus 1, where T is in seconds, അപ്പോൾ T എന്ന് പറയുന്നത് ടൈമാണ്, find I instantaneous at T is equal to 7 seconds. And the second question is I average between T is equal to 0 to 6 seconds. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലകൾ I instantaneous, ക്ലൂസ് ആണ് ഞാൻ തരുന്നത്, dq by dt, and I average കണ്ടുപിടിക്കാൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പോൾ നിങ്ങൾ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ അവസാന ഉത്തരം കണ്ടെത്തി യൂണിറ്റും കൂടെ എഴുതാൻ ശ്രമിക്കും. Thank you.